തിരുനെൽവേലി ദുരഭിമാന കൊലക്കേസിൽ അറസ്റ്റിലായ അച്ഛനമ്മമാരെ പിന്തുണച്ച് കൊല്ലപ്പെട്ട കവിന്റെ പെൺസുഹൃത്ത്. പോലീസുകാരായ മാതാപിതാക്കൾക്ക് കൊലപാതകവുമായി ബന്ധമില്ലെന്ന് വീഡിയോ സന്ദേശത്തിൽ യുവതി വ്യക്തമാക്കി. തൂത്തുക്കുടി സ്വദേശിയായ ദളിത് യുവാവിനെ യുവതിയുടെ സഹോദരനാണ് വെട്ടിക്കൊന്നത്. ദുരഭിമാന കൊലക്കേസിൽ നിർണായക വെളിപ്പെടുത്തലാണ് സുഭാഷിണി നടത്തിയത്. പോലീസുകാരായ മാതാപിതാക്കളുടെ അറിവോടുകൂടിയാണ് കൊലപാതകം നടന്നതെന്ന കവിന്റെ ബന്ധുക്കളുടെ ആരോപണം തള്ളുന്നതാണ് സുഭാഷിണിയുടെ പ്രതികരണം. யாருக்குமே எதுவுமே தெரியாது. உண்மை தெரியாம எல்லாரும் நிறைய பேச வேண்டாம். எங்க அப்பா அம்மாக்கும் இதுக்கும் எந்த சம்பந்தமுமே கிடையாது. அவங்கள பனிஷ் பண்ணணும்னு நினைக்கிறது தப்பு. അവങ്ങളെ വിട്ടുരുങ്ങ. കവിനും സുഭാഷിണിയും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരാണ്. ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല. സഹോദരൻ സുർജിത്ത് മാത്രമായിരുന്നു അറിഞ്ഞിരുന്നത്. ஆனா கவினுக்கு ஃபோன் பண்ணி சுர்ஜித் வந்துட்டு பொண்ணு கேட்க வாங்க, இவ மேரேஜ்க்கு மூவ் பண்ணாதான் அடுத்து என்னோட ப்ரொஃபஷனை பார்க்க முடியும் அப்படின்னு சொன்னான் அப்படிங்கறது எனக்கு தெரியும். കണ്ടിപ്പാ പിന്നീട് ഒരിക്കൽ കവിനെ വിളിച്ച് പെണ്ണ് കാണാൻ വരാൻ സുർജിത്ത് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം എന്താണ് നടന്നതെന്ന് തനിക്കറിയില്ല എന്നാണ് സുഭാഷിണി പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുനെൽവേലിയിൽ വെച്ച് കവിൻ കൊല്ലപ്പെടുന്നത്. സംഭവ ദിവസം കവിൻ വരുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. കവിന്റെ മുത്തച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് കവിൻ വന്നത്. ഈ സമയത്ത് സുർജിത്ത് വിളിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. കവിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോലീസിൽ സബ് ഇൻസ്പെക്ടർമാരായ സുഭാഷിണിയുടെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് തമിഴ്നാട് പോലീസ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.